യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കണം. എപ്പോഴും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈശോയുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കും, നമുക്കറിയാം ഈശോ രാത്രിയും പകലും എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥനയോടുകൂടെയാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ശിഷ്യരായി നമ്മളും പ്രാർത്ഥനയുടെ മക്കളായിട്ട് തീരണം. എപ്പോഴും പ്രാർത്ഥിക്കണം, നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. ചെറിയ കാര്യങ്ങൾക്കാണേലും വലിയ കാര്യങ്ങൾക്കാണേലും പ്രാർത്ഥനയോടുകൂടെ ഓരോ കാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ നമ്മൾ കാണും. ഈശോ ഉപമ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിരാശപ്പെടാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഉണ്ടോ? ആത്മപരിശോധന ചെയ്യുക. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം വലിയ ആശ്വാസകരമാണ്. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലേ? അതിന് കാലവിളംബം വരുത്തുമോ? എത്രയോ ശക്തി നൽകുന്ന വചനമാണ്, എത്രയോ ആശ്വാസം പകരുന്ന വചനമാണ് ലൂക്കാ 18:7. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലേ? അതിന് കാലവിളംബം വരുത്തുമോ? രാവും പകലും ദൈവത്തെ വിളിച്ച് കരയുന്ന മക്കൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകും, അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകും. ആ ന്യായാധിപനെ കുറിച്ച് ആ വചനഭാഗത്തിൽ കാണും, അവന് ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ മാനിക്കുന്നില്ല. എങ്കിൽ കൂടെ ആ വിധവ തുടർച്ചയായിട്ട് അവളുടെ ആവശ്യം പറയുമ്പോൾ അവസാനം ആ ന്യായാധിപൻ അവൾക്ക് നീതി നടത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ തുടർച്ചയായി നിരന്തരമായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ദൈവം നീതി നടത്തി തരും, അതിന് കാലവിളംബം വരുത്തുകയില്ല. ഉറച്ച് വിശ്വസിക്കുക, നമ്മുടെ ദൈവം നല്ല ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. അപ്പോൾ എത്രയോ അധികമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ തുടർച്ചയായിട്ടും നിരന്തരമായിട്ടും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, അങ്ങനെ ഓരോ കാര്യങ്ങളിലും പ്രാർത്ഥനയോടെ ചെയ്യുക. ഒരു യാത്രയിൽ പോകുമ്പോൾ പ്രാർത്ഥനയോടെ യാത്ര ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രാർത്ഥനാ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടും. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാ ദിവസവും എല്ലായ്പ്പോഴും നന്നായി പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ കർത്താവ് ഞങ്ങൾക്ക് തരണമേ. ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ മരവിപ്പ്, മന്ദത, പ്രാർത്ഥനാ ജീവിതം നിർത്തിപ്പോയവർ, അങ്ങനെയുള്ള മക്കളെ പ്രത്യേകമായിട്ട് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും തീക്ഷ്ണതയോടെ എല്ലാ സമയവും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.